KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുൻ ഭാരവാഹി ശ്രീ സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, ഇതാ സംസ്ഥാനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വൈദ്യുതി പ്രതിസന്ധി നമ്മളെ എല്ലാവരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താനായിട്ട് വൈദ്യുതി മന്ത്രിക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ KPCC അധ്യക്ഷൻ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും രണ്ട് ഉത്തരവാദിത്തങ്ങളും മികച്ച രീതിയിൽ നിർവഹിച്ചു പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ നിലയ്ക്കൊന്നുമല്ല കാര്യങ്ങളെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഇരുട്ടത്തിരിക്കുക, ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നതാണ് മന്ത്രിയുടെ നിലപാട്. നമുക്ക് മുന്നിലുള്ളതാണ് മുൻ സർക്കാർ എങ്ങനെയാണ് സമാനമായൊരു പ്രതിസന്ധിയെ നേരിട്ടതെന്ന്. അതായത് കഴിഞ്ഞ വേനൽക്കാലത്തടക്കം വൈദ്യുതി ഉപഭോഗം പീക്കിലെത്തുന്ന ഒരു നില, സർവ്വകാല റെക്കോർഡും ഭേദിക്കുന്ന ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്താണ് ഈ സർക്കാർ ചെയ്തത്? നിലവിൽ ഇപ്പോൾ എന്താണ് ഉള്ള സർക്കാരിന് ചെയ്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം മഴ കിട്ടുന്നില്ല, നമ്മുടെ ഉപഭോഗത്തിൽ കുറവ് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം കേരളം 6056 മെഗാവാട്ട് വരെ ഡിമാൻഡ് വന്നപ്പോഴും പ്രതിസന്ധി ഇല്ലാതെ വൈദ്യുതി കൊടുത്തിരുന്നു. 6056 മെഗാവാട്ട് വരെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതായത് അത്രയും ഡിമാൻഡ് നമ്മൾ റീഡ് ചെയ്തിരുന്നു. അതിന് മുകളിലേക്ക് ഡിമാൻഡ് പോയ സന്ദർഭത്തിലാണ്, പ്രത്യേകിച്ചും ആ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ വലിയ രൂപത്തിൽ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഡിമാൻഡ് 6056 മെഗാവാട്ടിന് മുകളിലേക്ക് പോയ സന്ദർഭത്തിലാണ് ചില പ്രദേശങ്ങളിൽ റെസ്ട്രിക്ഷൻസ്, താൽക്കാലികമായ പീക്ക് ലോഡ് റെസ്ട്രിക്ഷൻസ് വേണ്ടി വന്നത്. അതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതല്ല, ഒരു 15 മിനിറ്റ് വരെയൊക്കെ ചില സ്ഥലത്ത്, അത് സംസ്ഥാന വ്യാപകമായി മൊത്തത്തിലല്ല. പക്ഷെ ആ സമയത്ത് ഇത് വൈദ്യുതി ബോർഡിന്റെ ആസൂത്രണ പിഴവ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കരുതാര്യസ്ഥത തുടങ്ങി വലിയ രൂപത്തിലുള്ള ബഹളമാണ് അന്ന് നമ്മൾ കേരളത്തിൽ കേട്ടത്. അതിനകത്ത് ഇന്നത്തെ വൈദ്യുതി മന്ത്രി അടക്കമുള്ള ആളുകളും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇന്നലെ ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറൊക്കെ വെച്ച് ലോഡ് ഷെഡ് ചെയ്തിരുന്ന ഇന്നലെ എന്തായിരുന്നു നമ്മുടെ ഡിമാൻഡ്? ഇന്നലെ രാവിലെ 3869 മെഗാവാട്ടിന്റെ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് പീക്ക്, അതായത് വൈകുന്നേരത്തെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് 4830 മെഗാവാട്ടാണ് ഡിമാൻഡ് ഉണ്ടായത്. പകൽ സമയത്ത് നമുക്ക് 4081 മെഗാവാട്ട് മാത്രമേ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നലെ പരമാവധി പോയ ഡിമാൻഡ് 4830 മെഗാവാട്ടാണ്. ആ സമയത്ത് നമ്മൾ ഏകദേശം 621 മെഗാവാട്ട്, അതായത് 7 മണി മുതൽ 8 മണി വരെ 508 മെഗാവാട്ട്, 8 മണി മുതൽ 9 മണി വരെ 621 മെഗാവാട്ട്, 9 മണി മുതൽ 10 മണി വരെ 628 മെഗാവാട്ട്, 10 മുതൽ 11 മണി വരെ 610 മെഗാവാട്ട്, 11 മുതൽ 12 മണി വരെ, അതായത് നട്ടപ്പാതിരയ്ക്ക് 12 മണി വരെ 485 മെഗാവാട്ട് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ലോഡ് ഷെഡിങ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ തികഞ്ഞ കെടുകാര്യസ്ഥത ഇതിനകത്തുണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. 2023 നമ്മൾ ഇതുപോലൊരു പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അന്ന് നമ്മുടെ ദീർഘകാല കരാറ് 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ ഗവൺമെന്റിന്റെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അത്രയും പെട്ടെന്നൊരു 465 മെഗാവാട്ടിന്റെ ഒരു ഷോർട്ടേജ് വന്നത് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? കാരണം നമ്മൾ അത് വെച്ചിട്ടാണല്ലോ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നത്. അത് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് പെട്ടെന്നാണ്, ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിപ്പോ കഴിഞ്ഞ 2 മാസമായി പ്രശ്നം തുടരുകയാണല്ലോ. പക്ഷെ ഇതൊരു ഒറ്റ ദിവസം കൊണ്ടായി ഈ പ്രതിഭാസം പരിഹരിക്കുന്നതിന് വേണ്ടി അന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു, ഡയറക്ടർമാരെ പ്രത്യേകം വിളിച്ചു. എന്നിട്ട് ഓരോ ഡയറക്ടർമാർക്കും ഓരോ പ്രദേശത്തിന്റെ ഓരോ റീജിയന്റെ ചുമതല കൊടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു. 10ഓളം സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടെ വൈദ്യുതി സർപ്ലസ് ഉള്ളത് കണ്ടെത്തി ആ സർപ്ലസ് കേരളവുമായി ബൈലാറ്ററൽ കരാർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോഴും അത്തരത്തിലുള്ള ചില സാധ്യതകളുണ്ട്. പവർ എക്സ്ചേഞ്ചിൽ പോയി സാധാരണഗതിയിലുള്ള ടെൻഡർ നടപടികൾ എടുക്കുക, 10 രൂപയ്ക്ക് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കണ്ടിജൻസി മാർക്കറ്റിൽ പോകുക തുടങ്ങിയതിനപ്പുറത്തേക്ക് ബൈലാറ്ററലായി വൈദ്യുതി വാങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊരു പരിശോധന ഗവൺമെന്റ് നോക്കിയിട്ടുണ്ടോ? ഈ നിലയ്ക്കുള്ള എന്തെങ്കിലും വളരെ ക്രിയാത്മകമായ ഗവൺമെന്റ് ലെവൽ ഇടപെടൽ, പൊളിറ്റിക്കൽ ഇടപെടൽ, ഉദ്യോഗസ്ഥ തലത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത്
ഒരു ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ യാതൊരു ഇടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇത് തീർച്ചയായും ഇക്കാര്യത്തിനകത്ത് വൈദ്യുതി മന്ത്രി ഉപഭോഗം കുറയ്ക്കണം, ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, മറ്റ് രൂപത്തിലുള്ള കൺസംഷൻ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ പറയുന്നത് നല്ലതുമാണ്. കാരണം ആ നിലയ്ക്ക് പരമാവധി വേസ്റ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപഭോഗം ഉണ്ടെങ്കിൽ ആളുകൾ കുറയ്ക്കുക തന്നെ വേണം. പക്ഷേ ആളുകള് അവരുടെ ഓർമ്മയെ പരിശോധിക്കുന്ന രൂപത്തിലേക്ക് ആവരുത് മന്ത്രിയുടെ പ്രതികരണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ ഒരു ജനങ്ങൾ മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല, മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ വേണം. അതോടൊപ്പം തന്നെ ഈ കാലം എന്ന് പറയുന്നത് വൈദ്യുതിയൊക്കെ നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ നിലയ്ക്ക് സർക്കാരിന്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കൂടി വേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ നിലയ്ക്ക് ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ സർക്കാരിന്റെ ഒരു തലത്തിലുള്ള ഭരണത്തിലെ ഒരു വീഴ്ച എന്ന് തന്നെ നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാനാവും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇനി അടിയന്തരമായിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യാനായി സാധിക്കുന്നതും എന്തുകൊണ്ടായിരിക്കാം? പക്ഷേ ആ നിലയ്ക്കൊന്നും നമുക്ക് അറിയാം, കഴിഞ്ഞ സർക്കാരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. പക്ഷേ അതിനെ ഒന്നും മാതൃകയാക്കി ഇവരെന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു മെഷർ എടുത്ത് മുന്നോട്ട് പോകാത്തതും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തയ്യാറാവാത്തതും? ഒന്നിപ്പം നമ്മൾക്ക് പകൽ സമയത്ത് ഏകദേശം 6.75-7 മില്യൺ യൂണിറ്റോളം വൈദ്യുതി നമ്മൾ സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6 മുതൽ 10 യൂണിറ്റ് വരെ മില്യൺ യൂണിറ്റ് വരെ, ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ പകൽ സമയത്ത് നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഇത്തരത്തിലുള്ള സറണ്ടർ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഈ സ്ഥാനത്തെ പീക്ക് പകലുള്ള ചില സംസ്ഥാനങ്ങളായി നമുക്ക് വൈകുന്നേരങ്ങളുമായി സ്വാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ആ പരിശോധന യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ലെവലിൽ നടത്തേണ്ടതുണ്ട്. അപ്പൊ കർണാടക ഇന്നലെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 9 രൂപ 8 പൈസ തോതിൽ 600 മെഗാവാട്ടിന്റെ വൈദ്യുതി വിൽക്കുകയുണ്ടായി പവർ എക്സ്ചേഞ്ച്. കർണാടക ഈ പറഞ്ഞൊരു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ, കേരള UDF ആണല്ലോ. നമ്മുടെ പീക്ക് ടൈമിൽ അവർക്ക് 9 രൂപ 8 പൈസക്ക് അങ്ങനെ ഇത് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബയലാറ്ററൽ അറേഞ്ച് ഉണ്ടാക്കാൻ കർണാടക സർക്കാരുമായി ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് കുറച്ച് വൈദ്യുതി ആ നിലയ്ക്ക് കിട്ടുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി വളരെ പ്രൊയാക്റ്റീവായി ഇടപെടുക എന്ന ഒരു നടപടി യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അന്നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഗവൺമെന്റ് വളരെ പാസീവായി കാര്യങ്ങളെ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് തീർച്ചയായും ഈ നിലയ്ക്കല്ല ഒരു ഗവൺമെന്റ് ഇടപെടൽ. ഒരു ക്രൈസിസ് വരുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യുന്നതാണ്. അത് മാനേജ് ചെയ്ത് ജനങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു ഗവൺമെന്റ്. അല്ലാതെ സാധാരണഗതിയിൽ ഒരു സമാധാനകാലത്ത് കാര്യങ്ങളൊക്കെ നടക്കുമ്പോലെ നടക്കുന്നതിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ആവശ്യമില്ല. ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റാണ് വേണ്ടത്. കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടത് അത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെന്റുകളാണ്. അങ്ങനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പവർക്കട്ടിൽ ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ആ നിലയ്ക്കുള്ളൊരു ഇടപെടൽ ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതിൽ മറ്റൊരു കാര്യം ശ്രീ സുരേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ പലയിടത്തും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ചുള്ളത്. അതായത് അറിയിപ്പ് നേരത്തെയൊക്കെ നമുക്കറിയാം, എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വൈദ്യുതി മുടങ്ങും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണുകളിലേക്കടക്കം കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നില്ല. പക്ഷേ മന്ത്രിയെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു അതിന് നിയന്ത്രണം ഉണ്ടാകും. പക്ഷേ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അത്തരത്തിൽ അറിയിപ്പുകളൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ 2-4 തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ജനങ്ങൾക്ക് ഒരു അറിയിപ്പ് ഇത് സംബന്ധിച്ച് നൽകുന്നതിലെ ഒരു അലംഭാവം ഇവർ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ വൈകുന്നേരങ്ങളിൽ ഒരു 6-7 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ലഭ്യത എത്രയാണ്, എത്രത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയും, എത്ര ഡെഫിഷ്യൻസി ഉണ്ട്, കുറവുണ്ട് എന്നതിന്റെ കണക്ക് എല്ലാ ദിവസവും ഉച്ചയോടുകൂടി തന്നെ രാവിലെ തന്നെ യഥാർത്ഥത്തിൽ വൈദ്യുതി ബോർഡ് നടക്കും. കാരണം തലേ ദിവസത്തെ ഡേ ഹെഡ് മാർക്കറ്റിലെ ഈ ക്ലിയറൻസ് കൂടി കഴിയുന്നതോടുകൂടി ഏറെക്കുറെ ഇക്കാര്യത്തിനകത്ത് കൃത്യത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഇതിനകത്ത് വരുന്ന ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രൂപത്തിൽ ഷെഡിങ് വേണ്ടി വരും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വേണ്ടി വരും എന്നത് ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നേരത്തത് ഇപ്പം ഒരു പ്രത്യേക ഡിമാൻഡ് കഴിഞ്ഞാൽ അപ്പോ ആ ഡിമാൻഡ് കഴിയുന്ന സന്ദർഭത്തിൽ തൽക്കാലത്തേക്ക് ഒന്ന് വൈദ്യുതി ഡാമിൽ, അതായത് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഡിസ്കണക്ട് ചെയ്യപ്പെടുക എന്ന രീതിയിലല്ല. ഇതൊരു കൃത്യമായിട്ട് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ഷെഡ് ചെയ്ത് പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യം അറിയിക്കാൻ ഗവൺമെന്റിന് കഴിയേണ്ടത്. അത് എന്തുകൊണ്ടാണ് ആ നിലയ്ക്ക് അറിയിക്കാത്തത് എനിക്ക് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അറിയിച്ചു തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ ഗുണകരമാവുക. ശരി, വളരെ നന്ദി ശ്രീ സുരേഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.